പരസ്യത്തിന് പുറമെ സംസ്ഥാന സർക്കാരിൽ നിന്നും പണം വാങ്ങിയ ശേഷം മാധ്യമങ്ങൾ സർക്കാരിന് അനുകൂലമായി വാർത്തകൾ നൽകുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ആരോപണത്തിന്റെ തെളിവ് കാണിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ചോദ്യത്തിന് മറുപടി പറയാൻ തയ്യാറല്ലെന്നതായിരുന്നു വി ഡി സതീശന്റെ പ്രതികരണം. അത് പറയട്ടെ, മുഖ്യമന്ത്രി പറയട്ടെ, അങ്ങനെ കൊടുക്കണം. ഞാൻ പറയുന്നത് ഇത് സർക്കാരിന്റെ പൈസ എടുത്തല്ലേ? അല്ല, ഞങ്ങളെങ്ങനെ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്ന് പറയട്ടെ എന്ന്. അല്ല, പരസ്യം വായിക്കുന്നത് തെറ്റില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് അന്വേഷിക്കുക. അല്ല, ഞാൻ മുഖ്യമന്ത്രി പറയട്ടെ, അപ്പോൾ ഞാൻ തെളിവ് ഹാജരാക്കാം. അതെങ്ങനെ നിങ്ങളെങ്ങനെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചതുപോലെ രസത്തിന് പറയുന്നത്? എല്ലാ ആരോപണങ്ങളും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ ആരോപണങ്ങളും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ ആരോപണവും മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അല്ല, കൃത്യമാണ് ചോദ്യം കൃത്യമാണ്. അതിനുത്തരം പറയട്ടെ മുഖ്യമന്ത്രി, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. താങ്കളുടെ ചോദ്യം മറുപടി അർഹിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ മറുപടി പറയുന്നു. ഷാജഹാൻ, ഇങ്ങനെ വി ഡി സതീശനെ വെള്ളം കുടിപ്പിക്കരുത്. ഒരു ഉണ്ടയില്ല വെടി കൂടി സതീശൻ്റെത് പൊളിഞ്ഞിരിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ ഇന്ന് പൊതുജനത്തിന് ബോധ്യപ്പെട്ടു. ഒന്ന്, ഈ പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾക്ക് വരെ സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ കൊടുക്കേണ്ടി വരുന്നു. അത് പണം കൊടുത്തിട്ടുള്ള പരസ്യമാണെന്നാണ് വി ഡി സതീശൻ്റെ വാദം. കാരണം നമുക്കറിയാം, വി ഡി സതീശനേക്കാൾ വലിയ പ്രതിപക്ഷമാണ് ഇവിടുത്തെ മലയാള മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള പത്രങ്ങളെന്ന് കൃത്യമായി കേരള സമൂഹത്തിന് അറിയാം. അവിടെയാണ് സതീശൻ പറയുന്നത് ഈ മാധ്യമങ്ങളൊക്കെ സർക്കാർ പണം കൊടുത്തിട്ടാണ് ഈ വാർത്തകൾ കൊടുക്കുന്നത്. രണ്ടാമത്, വെറുതെ ആരോപണം ഉന്നയിക്കുകയാണ്. ഇത്തരത്തിൽ ആ ആരോപണം ഉന്നയിച്ചപ്പോൾ തെളിവുണ്ടോ എന്ന് ഷാജഹാൻ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിന് മറുപടിയുമില്ല. തെളിവ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ തെളിവ് ഇതാണെന്ന് കാണിക്കേണ്ടി വരുന്നൊരു സാഹചര്യം. ഷാജഹാൻ, തീർച്ചയായിട്ടും സിജു സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നൊരു മുഖാമുഖം പരിപാടിയിലാണ് അദ്ദേഹം ആലപ്പുഴയിലെത്തിയത്. അതുകൊണ്ട് തന്നെ വളരെ മാന്യമായ രീതിയിൽ തന്നെയാണ് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് പെരുമാറിയത്. പക്ഷേ അദ്ദേഹം അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോഴാണ് ചോദ്യങ്ങൾ ഉയർന്നു വന്നത്. കാര്യം സാധാരണ പരസ്യങ്ങളൊക്കെ തന്നെ ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും നൽകാറുണ്ട്. അത്തരം പരസ്യങ്ങൾക്ക് പുറമെ മാധ്യമപ്രവർത്തകർക്ക് പണം നൽകിയിട്ട് വാർത്തകൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് പൊതുവെ മാധ്യമപ്രവർത്തകരെ അടച്ചാക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അത്തരം കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അത് മുഖ്യമന്ത്രി മറുപടി പറയും. മുഖ്യമന്ത്രിയോട് ചോദിക്കും. ആരോപണം ഉന്നയിച്ചത് വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ്. അതിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇത് ശരിക്കും മാധ്യമപ്രവർത്തകരെ ഒന്നാകെ രോക്ഷാകുലരാക്കുന്ന ഒരു സംഭവമുണ്ടായി. കാര്യം മാധ്യമപ്രവർത്തനം നടത്തുന്നത് ശരിയായ രീതിയിലാണ്, അതല്ല തെറ്റായ രീതിയിലാണ്, കാശ് വാങ്ങിച്ചുകൊണ്ടാണ് പത്രപ്രവർത്തകർ പണിയെടുക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു വ്യാഖ്യാനമാണ്. അതിന് പ്രധാന കാരണം ഈ സമീപകാലത്ത് നമ്മുടെ അടിസ്ഥാന വികസനങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് മാറി നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായി. പ്രകടമായ മാറ്റങ്ങളുണ്ടായി. പാലങ്ങളായാലും റോഡുകളായാലും അതൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ ഈ വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് അതിൻ്റെ എല്ലാ വിഷ്വൽ അടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടായി. അത് വാർത്തയായി പുറത്തു വരുന്നു. മുഖ്യമന്ത്രിയുടെ വാർത്തകളായിട്ടില്ല, മുഖ്യമന്ത്രി ചെയ്ത നല്ല കാര്യങ്ങൾ പുറത്തു വരുന്നത് തികച്ചും പ്രതിപക്ഷ നേതാവാണ്. നമുക്കറിയാം, ഇപ്പോൾ നാളെ കരിദിനമായിട്ട് ആചരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാര്യം സർക്കാരിൻ്റെ 5ാമത് വാർഷികാഘോഷം നടക്കാൻ പോകുമ്പോൾ പ്രതിപക്ഷം ഞങ്ങളത് കരിദിനമായിട്ട് ആചരിക്കുകയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. നമുക്കറിയാം, ഏത് കാര്യമെടുത്താലും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത് ഈ ഒരു സമീപനം മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ചെയ്ത നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഇടതുപക്ഷം ചെയ്ത നല്ല കാര്യങ്ങൾ നാടിൻ്റെ അടിസ്ഥാന വികസനങ്ങളെക്കുറിച്ചിട്ട് സർക്കാർ മുൻപോട്ട് വയ്ക്കുമ്പോൾ അതിനെ കണ്ടില്ലെന്ന് നടിക്കുകയും അതിനെ മറ്റൊരു അഴിമതി ആരോപണം കൊണ്ടുവന്ന് മൂടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അത് തന്നെയാണ് ആലപ്പുഴയിലെ മാധ്യമപ്രവർത്തകർ പൊളിച്ചടുക്കി വിട്ടത്. ഷാജഹാൻ, ആലപ്പുഴയിലെ എല്ലാ മാധ്യമപ്രവർത്തകരെയും അങ്ങനെ വെറുതെ വിടേണ്ടതില്ലെന്നാണ് തോന്നുന്നത്. കാരണം മറ്റേതെങ്കിലും രാഷ്ട്രീയ CPM-ൻ്റെ ഏതെങ്കിലും മന്ത്രിയോ നേതാവോ ആണ് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ പണം വാങ്ങിയിട്ടാണ് വാർത്ത കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഉണ്ടാകാമായിരുന്ന കോലാഹലം എന്തായിരിക്കുമായിരുന്നു ഇന്നിവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഇവിടെ വി ഡി സതീശൻ വളരെ കൃത്യമായി തന്നെ കണ്ണുമടച്ച് വെടിവെക്കുകയാണ്. പറയുകയാണ് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് സർക്കാരിൻ്റെ പണം വാങ്ങിയിട്ടാണ് എന്നുള്ള അർത്ഥത്തിൽ. ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിനെ കൃത്യമായി ചോദ്യം ചെയ്യാൻ വി ഡി സതീശൻ, ഷാജഹാൻ അടക്കമുള്ള 1-2 മാധ്യമപ്രവർത്തകർ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരെല്ലാം മിണ്ടാതിരിക്കുകയായിരുന്നു. അതുകൂടി പറയേണ്ടതുണ്ട് ഷാജഹാൻ ഈ അവസരത്തിൽ.
തീർച്ചയായിട്ടും സിജു പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാര്യം രണ്ടോ മൂന്നോ മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ വിരലെണ്ണാവുന്നവർ മാത്രമാണ് അതിന് പ്രതികരിച്ചത്. മറ്റ് മാധ്യമങ്ങളെ എല്ലാവരെയും കൂടിയാണ് പറഞ്ഞത്. പക്ഷേ അതിന് എല്ലാവർക്കും വേണ്ടിയാണ് നമ്മൾ മറുപടി പറയാൻ തയ്യാറായത്. കാര്യം മാധ്യമങ്ങളെ മൊത്തം അടച്ചാക്ഷേപിക്കുകയായിരുന്നു. എന്തായാലും സർക്കാരിന് വേണ്ടി കൈരളിയും അല്ലെങ്കിൽ ദേശാഭിമാനിയും പണം വാങ്ങിച്ച് വാർത്ത കൊടുക്കേണ്ട ഒരു സാഹചര്യമില്ല. നമുക്കറിയാം എങ്ങനെ വാർത്ത കൊടുക്കണം, എങ്ങനെയാണ് ചെയ്യുന്നത്. അത് ഈ സർക്കാരിൻ്റെ അല്ല, ഒരു സർക്കാരിൻ്റെയും പണം വാങ്ങിച്ച് വാർത്ത ചെയ്യുന്ന സ്ഥാപനങ്ങളല്ല ഇത്. പക്ഷേ അങ്ങനെ വാർത്ത ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഉണ്ട് എന്നാണ് വി ഡി സതീശൻ ആരോപിക്കുന്നത്. ആ ആരോപണങ്ങൾ കേട്ട് മൗനം പാലിക്കുകയായിരുന്നു മറ്റു പല മാധ്യമങ്ങളും. സിജു, ഷാജഹാൻ, ഏതായാലും ഈ സതീശൻ പറഞ്ഞ നുണകൾ, പല ഘട്ടങ്ങളിൽ പറഞ്ഞ നുണകൾ കേരളം പല ഘട്ടത്തിൽ കണ്ടതാണ്. പൊളിഞ്ഞു വീണ നുണകളാണ്. ഇവിടെ ഒരു കാര്യം ബോധ്യമായിട്ടുണ്ട്. ഇന്ന് നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സതീശൻ്റെ ആ പറച്ചിലിലൂടെ ഒരു കാര്യം കൂടി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതെന്താണെന്ന് വെച്ചാൽ ഈ സംസ്ഥാനത്ത് LDF സർക്കാരിൻ്റെ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്ന വികസന നേട്ടങ്ങൾ അത് തമസ്കരിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കഴിയാതെ വന്നിരിക്കുന്നു. അത് വാർത്തയായി തന്നെ കൊടുക്കേണ്ടി വരുന്നുണ്ട്. എല്ലാ മേഖലകളിലും, വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിലായാലും, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വികസനത്തിലായാലും, ദേശീയപാത വികസനത്തിൻ്റെ കാര്യത്തിലായാലും, ONGCയുടെ പൈപ്പ് ലൈനിൻ്റെ കാര്യത്തിലായാലും, അങ്ങനെ വികസന നേട്ടങ്ങൾ ഒന്നൊന്നായി വരുമ്പോൾ അതിനെ തമസ്കരിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയാത്ത ഒരു സാഹചര്യം അങ്ങനെ കൊണ്ടെത്തിച്ചിരിക്കുന്നു കേരളത്തിൻ്റെ വികസന പരിപ്രേക്ഷ്യം, വികസനം ഒരുക്കി തീർക്കുന്ന ആ വീതി. അതുകൊണ്ട് തന്നെയാണ് സതീശൻ പറയുന്നത് ഉണ്ടായില്ല വെടിയായി മാറുകയും ജനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ വികസനമുണ്ട്. അത് സതീശൻ പറഞ്ഞാലും ഇല്ലെങ്കിലും സതീശന് തന്നെ സമ്മതിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. അതാണ് എടുത്ത് പറയേണ്ടത്. സതീശന് തന്നെ സമ്മതിക്കേണ്ടി വരുന്നുണ്ട് ഇവിടെ വികസനമുണ്ട് എന്നുള്ള കാര്യത്തിൽ. തീർച്ചയായിട്ടും സിജു പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ 6 വരിപ്പാത അതിൻ്റെ ഏതാണ്ട് 70-80% നിർമ്മാണം പൂർത്തീകരിച്ച് വരുന്നു. പാലങ്ങൾ, തോടുകൾ, അങ്ങനെ നമുക്ക് ആലപ്പുഴ ജില്ലയിൽ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എത്ര കോടി രൂപയുടെ വികസനങ്ങളാണ്, എത്ര പാലങ്ങളാണ്. നമുക്കറിയാം മന്ദകാരനഴി തൊട്ട് അങ്ങോട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തീരദേശ മേഖല പൂർണ്ണമായിട്ടും നേരത്തെ ഉണ്ടായിരുന്ന ഭീഷണികളൊക്കെ മാറി വളരെ സുരക്ഷിതമായിട്ടിരിക്കുന്നു. ഇത്തരത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ വികസനങ്ങളും കഴിഞ്ഞ ഏതാണ്ട് 9 വർഷം കൊണ്ട് സർക്കാർ പൂർത്തിയാക്കി വരുമ്പോൾ അതൊന്നും കണ്ടില്ല എന്ന് നടിക്കാൻ ഒരുപക്ഷെ മാധ്യമങ്ങൾക്ക് കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യങ്ങൾ പണം വാങ്ങിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജോലിയാണ് മാധ്യമപ്രവർത്തകർ ചെയ്യുന്നു എന്നുള്ള തരത്തിൽ മാധ്യമപ്രവർത്തകരെ മൊത്തം ആക്ഷേപിക്കുന്ന, അല്ലെങ്കിൽ അവരൊക്കെ തന്നെ പണം വാങ്ങിക്കൊണ്ടും വാർത്ത കൊടുക്കുന്ന റിപ്പോർട്ടർമാരാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയാണ് കേരളത്തിൽ കാണാൻ കഴിയുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതിന് തെളിവ് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയോട് ഞാൻ പറയാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത്തരം നമുക്കറിയാം പല ആരോപണങ്ങളും വി ഡി സതീശൻ മുന്നോട്ട് വയ്ക്കുന്നു. സർക്കാരിനെതിരെ അദ്ദേഹത്തിന് എപ്പോഴും ഇത്തരത്തിലുള്ള കോഴ ആരോപണങ്ങളും അഴിമതി ആരോപണങ്ങളും എന്നൊക്കെ പറഞ്ഞ് വരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് സഭയിലായാലും പുറത്തായാലും ഒക്കെ അത് തന്നെയാണ്. പക്ഷേ അത്തരം ചോദ്യങ്ങൾ അല്ല, അത്തരം ആരോപണങ്ങൾ ആവർത്തിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ അദ്ദേഹം ഇന്ന് വന്നപ്പോഴാണ് ശരിക്കും അദ്ദേഹത്തിന് തിരിച്ച് മറുചോദ്യങ്ങൾ വന്നതോടുകൂടി അദ്ദേഹത്തിന് മറുപടിയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ടി വന്നത്. സിജു, ശരി, ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്ന് സതീശൻ്റെ നുണപ്രചാരണത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകിയത്.